വീട്ടിക്കോളാൻ, ഞങ്ങൾ വീട്ടിക്കോളാൻ. അങ്ങ് എഴുന്നേറ്റ് പറ, അങ്ങ് എഴുന്നേറ്റ് പറ, അങ്ങ് എഴുന്നേറ്റ് മറുപടി പറ. ഞാൻ റെഡിയാണ്. അങ്ങ് അവിടെ ഇരുന്ന് പറയണ്ട, അങ്ങ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ വഴങ്ങാം. ഈ നേരത്തെ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കേരളം പണ്ട് ചന്ദ്രശേഖരന്റെ കാലത്ത് സ്വർണം കൊണ്ട് വിറ്റതുപോലെ മൻമോഹൻ സിംഗ് വന്ന സമയത്ത് ഉള്ള സ്ഥിതി കേരളമായെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റേറ്റ് ഇപ്പം അങ്ങ് മുഖ്യമന്ത്രിയാണ്, അതിനു മുമ്പത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ സ്റ്റേറ്റിന്റെ ഒരു സ്ഥിതിയെ സംബന്ധിച്ച് അത്രയും മോശമായിട്ട് പറയാൻ പാടില്ല. ഇത് ജൂൺ 16 ഇറങ്ങിയ സ്റ്റേറ്റ് ഫൈനാൻസസിനെ സംബന്ധിച്ച് 10 വർഷത്തെ ഫൈനാൻസ് സംബന്ധിച്ച് CNDG ഇറക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഫിസ്ക്കൽ ഈ ടാക്സ് കളക്ഷനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട 6 സംസ്ഥാനങ്ങളിൽ 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. 60% സ്വന്തം നമ്മുടെ റവന്യൂ. ഇതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളുള്ളപ്പോൾ അപ്പുറത്ത് വരികയും അപ്പുറത്തൊക്കെ വരാം. പക്ഷേ ആ വസ്തുതകൾ മൊത്തം ഇവിടെ കടവായി പോയി എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ 6 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. 6 ലക്ഷം കോടിയില്ല, 4,80,000 കോടിക്ക് അടുത്താണ് CNDG റിപ്പോർട്ട്. 5,07,000 എന്നാണ് നിങ്ങളുടെ ഫൈൻഡിങ്. പിന്നെ 48,000 കോടിയാണ് കടമെന്ന് പറഞ്ഞതിനകത്ത് 36,000 കോടി രൂപ DADR കുടിശ്ശികയാണ്. ഞങ്ങളത് 4 ഗഡുവായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്തെ ഭാഗമായിട്ട് 12,000 കോടിയിലധികം ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് റെക്കോർഡിൽ കിടക്കുന്നതല്ലേ. കേരളം ഇതേപോലെ സ്വർണം കൊണ്ട് വിറ്റതുപോലെ സ്റ്റേറ്റ് ആകെ അങ്ങനെ ആയി എന്ന് പറയുന്നൊരു സ്ഥിതി വന്നതുകൊണ്ടാണ്. ഇത് CNDG റിപ്പോർട്ടാണ്, ഞാൻ വേറെ റിപ്പോർട്ട് കൊണ്ടുവന്നല്ല സാർ. പിന്നെ അങ്ങ് പറഞ്ഞ ഈ കണക്കെല്ലാം അനുസരിച്ചാണല്ലോ പെൻഷൻ കമ്പനിയോട് ഉൾപ്പെടെ പറഞ്ഞത്. പെൻഷൻ കമ്പനി ഉൾപ്പെടെ ഉള്ളത് എല്ലാം കൂടിയാണല്ലോ ഈ 48,000 എന്ന് പറയുന്നത്. നേരത്തെ 1.25 ലക്ഷം കോടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഒരു കടമെടുത്താലും ആ കടം 3.5%-നകത്തല്ലേ ഉള്ളൂ. 3.5%-നകത്തല്ലേ വരൂ. 3.5%-ന് അപ്പുറം വരില്ല. അങ്ങ് പറയുന്നത് എന്താ? റിസർവ് ബാങ്ക് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻസ് കമ്മീഷന്റെ കണക്കനുസരിച്ച് നമുക്ക് 3.5 എടുക്കാൻ പറ്റൂ. 3.5 അധികം പെൻഷൻ കമ്പനിയുടെയും നമ്മുടെ കിഫ്ബിയുടെയും വന്നതിന് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ 4,730 വെച്ച് ഓരോ വർഷം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എടുക്കാമെന്ന് പറയുന്ന ഒരു ലിമിറ്റിനപ്പുറം സ്റ്റേറ്റിന് എടുക്കാൻ പറ്റില്ല. അപ്പം അത് അങ്ങ് പറയുമ്പം വേറെ എവിടുന്നോ ഇങ്ങനെ ഉണ്ട്. നല്ല നമുക്ക് എല്ലാം കൂടി എടുക്കാവുന്ന കടം എന്തിനാ പെൻഷൻ കമ്പനി എടുക്കുന്നത്? അത് ഇപ്പം തിരിച്ചടയ്ക്കുന്നത് അത്ര ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒറ്റ കാര്യം കൂടി, പഞ്ചായത്തിന് പൈസ കൊടുക്കാത്തത് പൈസ പഞ്ചായത്തിന് കൊടുക്കാത്ത പണം ഫിനാൻസ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്ന ആ സമയമായപ്പോഴത്തേക്കും ഫിനാൻസ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി എഴുതി ഇലക്ഷൻ കമ്മീഷന് അയച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദം കിട്ടിയാലേ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദം കിട്ടാത്തതുകൊണ്ടാണ് ആ പൈസ കൊടുക്കാൻ. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അത് കൊടുക്കുന്നതിന് ഇങ്ങനെ വേണമെന്ന് അപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കത്തയച്ചു. അല്ലേ, പ്രസംഗിക്കുമല്ല, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഈ പണം അതുകൊണ്ടാണ് ഇത് ക്ലാരിഫിക്കേഷൻ സാർ. ഞാൻ നിർത്തുകയാണ് സാർ. ആ പൈസ കൊടുത്തതെന്ന് പറയുമ്പോ ഞങ്ങള് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഫൈനാൻസ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ പറയുമ്പോൾ സാർ ആ ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. ആരെങ്കിലും ഇങ്ങനെ വഴങ്ങോ സാർ? അങ്ങയുടെ പോയിന്റ് ക്ലിയർ സാർ. ഈ പറഞ്ഞത് ശരിയല്ല. ഈ കടം 48,000 കോടിയല്ല. കിഫ്ബിയുടെ കടവും ഈ KSSPL കടം 48,000-ലല്ല 87,000 കോടിയാവും കടം. പിന്നെ കിഫ്ബി കടമെടുത്തിരിക്കുന്നത് പലിശ 9 9+ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ ഞങ്ങൾ കൊടുത്തു, കുടിശ്ശികയില്ല. കൊടുത്തത് ഈ ഫണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കുടിശ്ശിക മുഴുവൻ ഈ ഗവൺമെന്റിന്റെ തലയിലാണ്. ഈ ഗവൺമെന്റ് ഇവരുടെ 16 മാസം ഇവർ കൊടുത്ത പെൻഷൻ തുക ഈ ഗവൺമെന്റ് കൊടുക്കണം. 16 മാസം സാർ. അതുപോലെ സാർ, വനം വന്യജീവി സംഘർഷം ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായില്ല. ഫണ്ട് അലോക്കേഷൻ ഉണ്ടായിരുന്നില്ല കാര്യമായി. ആ പണം ചെലവഴിച്ചിട്ടില്ല. കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല, മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. സാർ, ഞങ്ങളുടെ ഗവൺമെന്റ് വനം വന്യജീവി സംഘർഷം പരിഹരിക്കാൻ പരമ്പരാഗതമായ സംവിധാനങ്ങളും ആധുനികമായ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഞങ്ങളതിന് പരിഹാരം ഉണ്ടാക്കും. സാർ, ഫിഷറീസ് മേഖലയെ ഞാൻ നേരത്തെ പറഞ്ഞു, ചേർത്ത് നിർത്തും. ആ കൂട്ടത്തിൽ ഉൾനാടൻ മത്സ്യ തൊഴിലാളികളുടെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കും. സാർ, മലയോരത്തെ ജനങ്ങൾ വന്യജീവി സംഘർഷം കൊണ്ട്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവ് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. പലരും പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. അതിന് മലയോര വികസനത്തിനും അവിടെ മികച്ച പദ്ധതികൾ ഉണ്ടാക്കാനും ഈ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധിക്കും. സാർ, നേരത്തെ രാവിലെ പറഞ്ഞപ്പോൾ PMCയെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. PMCയെ കുറിച്ച് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ ബഹുമാന്യനായ
മുൻ മന്ത്രി ശ്രീ പ്രസാദ് പറഞ്ഞപ്പോൾ പറഞ്ഞു RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെച്ചു നിങ്ങൾ. സാർ, RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വച്ച വിളക്ക് കൊളുത്തിയ സർക്കാരാണ് നിങ്ങൾ. അത് കൊളുത്തിയതാണ്. നിങ്ങൾ ഒപ്പുവെച്ചു. അതെന്തിനാ? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? സാർ, ഞങ്ങൾ വളരെ കൃത്യമാണ് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ ആയപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അതൊന്നും നമ്മൾ വളരേണ്ട ആവശ്യമില്ല സാർ. അതുപോലെ ഞാൻ ചില മറുപടികൾ പറയാണ്. ഇവിടെ വന്ന മറുപടികൾ ഇപ്പോഴും കേരളത്തിൽ PM-3 നടപ്പായിട്ടില്ല. ആ PM-3 നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. എന്തിനാണ് നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? അല്ലല്ല, ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു നടപ്പാക്കേണ്ടതില്ല എന്ന്. ആ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പൊ നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ്? നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി, അല്ല, ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 1. 2, മരവിപ്പിച്ചു എന്നാ പറഞ്ഞ. മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല. 2. 3, 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തില്ല. ഞാൻ അങ്ങേട്ട് തർക്കത്തിനില്ല. കൊടുത്തില്ല. രാവിലെ സംസാരിച്ചാണ്. അതിൽ നമുക്ക് സംവാദമാകാം. അതിൽ പ്രശ്നമില്ല. ഇതില് ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത് NEP-യുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PM-3യുടെ ഭാഗമായിട്ട് ഒന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. സർവശിക്ഷാ അഭിയാന്റെ ഇമാതിരി ആളെയും കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. ഇമാതിരി ആളുകളെ ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് നമുക്ക് കിട്ടാതിരുന്നാൽ നാം പ്രയാസത്തിലാകും. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അതൊഴിവാക്കുന്നതിനാണ് അതിന്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അല്ലല്ല, 2 ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിനു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചു. അപ്പോ ആ നടപടിക്രമങ്ങളെല്ലാം ഇതിൽ ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ, പ്രത്യയശാസ്ത്രപരമായ നയപരമായ തീരുമാനത്തെ, RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. നമ്പർ 1. നമ്പർ 2, എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന ചോദ്യമാണ്. ഞങ്ങൾ നടപ്പാക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് എന്റെ 2ാമത് ചോദ്യം, എന്തുകൊണ്ട് ഇത് ഞങ്ങൾ ഇനി നടപ്പാക്കില്ല എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തില്ല 8 മാസമായിട്ട്? 2ഉം ചെയ്തില്ല. ഒപ്പുവെക്കുകയും ചെയ്തു. നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് കത്തും കൊടുത്തില്ല. നിങ്ങളൊരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങളും ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങൾ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചു. ആ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ഞങ്ങളുടെ തീരുമാനം എന്താ? കരിക്കുലം ഫ്രീഡത്തിൽ തൊടാൻ സമ്മതിക്കില്ല. സെലക്ഷൻ ഓഫ് സ്കൂൾസ് ഞങ്ങൾ ചെയ്യും, ഗവൺമെന്റ് ചെയ്യും. ആ ഒരു സിലബസിലും തൊടാൻ കേന്ദ്ര ഗവൺമെന്റിനെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു നെഗോസിയേഷനും അറിഞ്ഞു
പറഞ്ഞു. പ്ലീസ് സാർ അടുത്തത് സാർ സാർ ഇവിടെ ബഹുമാനപ്പെട്ട BJP-യുടെ കക്ഷി നേതാവ് സംസാരിച്ചപ്പോ മറുപടി പറയണമല്ലോ. അസംബ്ലിയിലെ റെക്കോർഡിംഗ് കിടക്കാണ്. എടാ ബഹുമാനപ്പെട്ട BJP അതാണ് നിങ്ങളല്ല നേതാവ് ഇവിടെ പ്രസംഗിച്ചപ്പോ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞു 63 സീറ്റുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ് അധികാരത്തിൽ. 63 സീറ്റ്. ഇത് തമ്മിത്തല്ലി പിളരും, പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. ശരി, 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ അല്ലേ? 2 സീനിയർ നേതാക്കന്മാര് ഒരാൾ 2ാമത്തെ ബെഞ്ചിലും ഒരാൾ 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻ സീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ. ആണല്ലോ? യെസ് സാർ. പിന്നെ CPM കോൺഗ്രസിൽ ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ്. സാർ ഞങ്ങൾ ഗവൺമെന്റായിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്, എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായിരുന്നു